ഹരേ രാമ ഹരേ കൃഷ്ണ. ഒരാഴ്ച കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർ പൊന്നും പണവും കൊണ്ട് മൂടും. രാജയോഗവും സർവ ഐശ്വര്യങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. പുതിയ കൊല്ലവർഷം 1200 വരികയാണ്. അതായത് മലയാള കലണ്ടർ പ്രകാരം ഒരു പുതിയ വർഷാരംഭം. 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയാണ് ഇത്. ഇത് ജ്യോതിഷപരമായ പല മാറ്റങ്ങളും 2025 വരെ 27 നക്ഷത്രക്കാർക്കും വന്നു ചേരും. ചിലർക്ക് നല്ലതും ചിലർക്ക് മോശവുമായ സമ്മിശ്രവുമായ ഫലങ്ങൾ വന്നെത്തുന്നതാണ്. സമ്പൂർണ്ണ പുതുവർഷ ഫലം ഈ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുക എന്ന് നോക്കാം. ആദ്യം അവിട്ടം ചതയം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ്. ഇത് വിദ്യാഭ്യാസപരമായി പ്രതീക്ഷിച്ച ഫലം ലഭിക്കില്ല. ശാരീരികമായ പ്രശ്നങ്ങളും തൊഴിൽ മേഖലയിൽ വളരെയധികം പ്രതിസന്ധികളും ഉണ്ടാകുന്നതാണ്. പണച്ചെലവ് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ചതയം നക്ഷത്രക്കാർക്ക് ധനപരമായ വലിയ ഉയർച്ച ഉണ്ടാകും. വളരെയധികം ധന നേട്ടവും സാമ്പത്തിക വർധനവും വളരെയധികം വന്നു ചേരും. നിങ്ങൾ പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പണമെല്ലാം തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വളരെയധികം ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഇഷ്ട തൊഴിൽ ലബ്ധിക്കുള്ള ഒരു സമയമാണ്. ഏറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരുന്ന തൊഴിൽ ലഭിക്കുകയും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകും. വാഹന വിവാഹ സന്താന യോഗം വന്നു ചേരും. ദൂരയാത്ര വിദേശവാസം എന്നിവയ്ക്കെല്ലാം അവസരങ്ങൾ വന്നെത്തുന്നതാണ്. കുട്ടികൾക്ക് വിദ്യാ വിജയമുണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ലാത്ത ഒരു ഫലമാണ് വന്നെത്തുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ദേഷ്യം എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. എന്നിരുന്നാലും ധനപരമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. പക്ഷേ ചിലവ് വളരെയധികം വർദ്ധിക്കും. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നേട്ടം വളരെയധികം കുറയുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. അതുപോലെ തന്നെ വസ്തുവകകൾ നേടുവാനുള്ള സാധ്യത തെളിയുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് ധന നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ ധനവർദ്ധനവും ഉണ്ടാകുന്നതാണ്. രോഗശാന്തിയും എല്ലായ്പ്പോഴും നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ദൃഢമായി തീരും. വീട്ടിൽ സന്തോഷകരമായ സാഹചര്യങ്ങളാണ് ഇനി വന്നെത്തുക. മക്കളെ ഓർത്ത് വളരെയധികം അഭിമാനിക്കുവാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് അശ്വതി ഭരണി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് വന്നെത്തുന്നത്. അതായത് മാർച്ച് വരെ വളരെ നല്ല സമയമാണ്. ബിസിനസ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഏറെ ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നെത്തുക. നിങ്ങൾക്ക് ശനിയും വ്യാഴവുമെല്ലാം നല്ല ഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. ഭരണി നക്ഷത്രക്കാർക്കും ഈ വർഷം നല്ല യോഗങ്ങളാണ് വന്നെത്തുന്നത്. അപ്രതീക്ഷിതമായ ധനയോഗം ലഭിക്കും. ജോലിക്കും വിദേശ പഠനത്തിനും ഭാഗ്യം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ മുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും നടത്തി വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. തൊഴിലിൽ പ്രമോഷൻ എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ്. വിവാഹയോഗം, പ്രണയ സാഫല്യം, സന്താന യോഗം എന്നിവയെല്ലാം സാധിക്കുന്ന ഒരു കാലമാണ് 2025 ആഗസ്റ്റ് മാസം വരെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് കാർത്തിക രോഹിണി ചിങ്ങം നക്ഷത്രക്കാരാണ്. കാർത്തികയാണ് അടുത്ത നക്ഷത്രം. ഇവർക്ക് അനുകൂലമായ ഒരു സമയമല്ല കാണുന്നത്.
നിങ്ങൾക്ക് കുടുംബത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ, കലഹങ്ങൾ, സമാധാനക്കേട് എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. പണം നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾക്കുള്ള അവസരമാണ് വന്നെത്തുക. ചിങ്ങം തുടങ്ങിയാൽ നല്ല ഫലങ്ങളാണ് കാണുന്നത്. നിങ്ങളുടെ മക്കളെ കൊണ്ട് അഭിമാനകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നതാണ്. വാശിയെല്ലാം കുറയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇത്തരം വാശികൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അടുത്തത് മകയിരം തിരുവാതിര നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ്. കടം വരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പണം സൂക്ഷിച്ച് ചെലവാക്കുക. തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങളാണ് നിങ്ങൾക്ക് വന്നെത്തുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നടക്കും. ഇത് ഗുണഫലമല്ല, ദോഷഫലമാണ്. അപ്രതീക്ഷിത ചെലവ്, തൊഴിൽ ദോഷം, ശത്രുദോഷം, വ്യക്തികളാൽ ഉണ്ടാകുന്ന മനപ്രയാസം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനപരമാണെങ്കിലും കർമ്മ മേഖലയിൽ വരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ സന്തോഷം പോലും ഇല്ലാതാക്കുന്നതാണ്. അടുത്തത് പുണർതം പൂയം നക്ഷത്രക്കാരാണ്. പുണർതം നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല സമയമാണ് വന്നെത്തുന്നത്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ, അംഗീകാരം എന്നിവ ലഭിക്കും. തൊഴിൽ മേഖലയിൽ വളരെയധികം ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സാമ്പത്തികമായും വളരെയധികം അഭിവൃദ്ധിയും നേട്ടവും നിങ്ങൾക്കുണ്ടാകും. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകും. പുതിയ വീട് പണിയുക, വാഹനങ്ങൾ വാങ്ങുക എന്നിവയെല്ലാം ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. പൂയം നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങളാണ് വന്നെത്തുന്നത്. ഇത് നിങ്ങളുടെ നേട്ടങ്ങളുടെ കാലഘട്ടമാണെന്ന് പറയാം. ഭാഗ്യ അനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കും. IT, കല തുടങ്ങിയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉന്നമനം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ നേട്ടത്തിൻ്റെ കാലം തന്നെയാണ് വന്നെത്തുക. രാഷ്ട്രീയം, റിയൽ എസ്റ്റേറ്റ്, പൊതുപ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ്. വിദ്യാ വിജയവും സന്താന യോഗവും കർമ്മ വിജയവും ഉദ്ദിഷ്ട കാര്യസിദ്ധിയുമെല്ലാം ഈ നക്ഷത്രക്കാർക്ക് വന്നെത്തുന്നതാണ്. അടുത്തത് ആയില്യം മകം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് 1200 പിറക്കുന്നതോടെ വിജയങ്ങൾ ഓരോന്നായി പടിപടിയായി വന്നു ചേരും. കാലങ്ങളായി പൂർത്തിയാകാതെ കിടക്കുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ലക്ഷ്യത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ വീട് പണി പൂർത്തിയാക്കുവാൻ സാധിക്കും. സമൂഹത്തിൻ്റെ മുൻപന്തിയിൽ എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ വന്നതും. ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന വർഷമാണിത്. അതേസമയം വരവിൽ കൂടുതൽ ചെലവുണ്ടാകുവാനും ഇടയുണ്ട്. അതിനാൽ ഈ പണമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ഉയർച്ച വളരെയധികം ഉണ്ടാകും. ആ സാമ്പത്തികം സമ്പാദ്യമാകുമോ എന്നതാണ് സംശയം ഉള്ള ഒരു കാര്യം. തൊഴിലിടത്തിൽ നിങ്ങളുടെ ശത്രുക്കളുടെ ശല്യമുണ്ടാകും. വിവാഹം, സന്താനയോഗം എന്നിവയ്ക്കെല്ലാം കാലതാമസം വളരെയധികം വന്നേക്കാവുന്ന ഒരു സമയമാണ്. അടുത്തത് പൂരം അത്തം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് വിജയത്തിൻ്റെ സമയമാണ്. എല്ലാ രംഗങ്ങളിലും വിജയം ലഭിക്കും. കുടുംബജീവിതം അത്ര നല്ലതാവില്ല. കുടുംബപരമായ കാര്യങ്ങളിൽ വളരെയധികം ആശങ്കയുണ്ടാകും. എങ്കിലും അവസാനം വിജയിച്ച് കയറുന്നതാണ്. വിലപിടിപ്പുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ഉത്തരം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. ഏത് കർമ്മ മേഖലയിലെങ്കിലും നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വളരെയധികം ഭാഗ്യത്തിൻ്റെ പിന്തുണ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ്.
അതായത് ലോട്ടറി ഭാഗ്യം വരെ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തം നക്ഷത്രക്കാർക്ക് സമയം തെളിയാൻ പോകുന്ന ഒരു അവസരമാണ്. പേര്, പ്രശസ്തി, ഉയർച്ച എല്ലാം നിങ്ങൾക്ക് ഈ 2025 നേടിയെടുക്കുവാൻ സാധിക്കും. കാര്യവിജയം, തൊഴിലിൽ അഭിവൃദ്ധി, സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക, ഉപരിപഠനം എന്നിവയ്ക്കെല്ലാം നല്ല സമയമാണ്. വിലപിടിപ്പുള്ള മുതലുകൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കാത്തിരിക്കുന്നത്. അടുത്തത് ചിത്തിര, ചോതി നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് കുടുംബകാര്യത്തിൽ സന്തോഷം കടന്നു വരുന്ന ഒരു സമയമാണ്. സന്താന സൗഖ്യം ഉണ്ടാകും. സന്താനങ്ങളാൽ വളരെയധികം സന്തോഷങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികം അത്ര അനുകൂലമായ സമയമല്ല. ചില നഷ്ടങ്ങളും കടങ്ങളുമെല്ലാം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നല്ലതല്ല. കഴിവതും മാറാതിരിക്കുകയാണ് ഉത്തമം. ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചോതി നക്ഷത്രക്കാർക്ക് വരവിൽ കൂടുതൽ ചെലവുണ്ടാകുന്ന ഒരു സമയമാണ്. ധനനഷ്ടമുണ്ടാകാം. കടങ്ങളും വന്നു ചേരും. ശത്രുദോഷം, കാര്യതടസ്സം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ്. കാര്യതടസ്സങ്ങൾ വരുവാൻ വളരെയധികം സാധ്യതയുണ്ട്. അടുത്തത് വിശാഖം, അനിഴം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് യാത്ര ചെയ്യുവാൻ യോഗമുണ്ട്. നല്ല യാത്രകളാണെന്ന് തന്നെ പറയാം. ജീവിതത്തിൽ വിജയം വളരെയധികം ലഭിക്കുന്നതാണ്. കർമ്മ മേഖലയിൽ അംഗീകാരം നേടും. തൊഴിലിൽ, ജോലി എന്നിവയിൽ വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് സർവൈശ്വര്യമാണ് ഫലമായി വന്നു ചേരുക. അനിഴം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നം പൂവണിയുവാൻ പോകുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുകയും സൗഭാഗ്യത്തിൻ്റെ സമയം കൂടിയാണ് സമ്മാനിക്കുകയും ചെയ്യുന്നത്. കുടുംബ ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. മുടങ്ങിക്കിടന്ന പണം വന്നു ചേരും. ആരോഗ്യം വളരെയധികം സൗഖ്യം വരുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തുന്നത്. അടുത്തത് തൃക്കേട്ട, മൂലം, പൂരാടം നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശുഭകരമായ സമയമാണ് വരുന്നത്. നിങ്ങളുടെ സാമ്പത്തികം വളരെയധികം മെച്ചപ്പെടും. നിങ്ങളുടെ ആരോഗ്യവും വളരെയധികം ദൃഢമായി തീരും. സന്താനങ്ങൾ വഴി വളരെയധികം സന്തോഷങ്ങൾ വന്നെത്തുന്നതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. നിങ്ങളുടെ ഏത് രീതിയിലുമുള്ള ശത്രുക്കളുടെ നാശമാണിനി വന്നെത്തുക. മൂലം നാളുകാർക്ക് തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ ഉണ്ടാകാം. ഇതിനാൽ ബുദ്ധിമുട്ടുകളും സമ്മാനിക്കും. കലാ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടമുണ്ടാകുമെങ്കിലും ശത്രുക്കളുടെ വളരെയധികം ഉപദ്രവമുണ്ടാകും. ബിസിനസ്സിൽ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുക. മുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. പൂരാടം നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമായ സമയമല്ല. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ധനനഷ്ടം, കുടുംബ പ്രശ്നം എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. കോപവും എടുത്തുചാട്ടവും ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വളരെയധികം പ്രയാസങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അടുത്തത് ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് മംഗള കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും. മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കർമ്മ മേഖലയിൽ വളരെയധികം നേട്ടങ്ങളാണ് വന്നെത്തുക. ധനം വളരെയധികം സമ്പാദിക്കുവാനും മക്കളെ ഓർത്ത് അഭിമാനിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് സമയമാറ്റമാണ്. അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും മാറുന്നതാണ്. കർമ്മ മേഖലയിൽ വളരെയധികം നേട്ടങ്ങൾ വന്നെത്തും. അംഗീകാരം ലഭിക്കുകയും ചെയ്യും. വിവാഹം, സന്താനയോഗം എന്നിവയ്ക്കെല്ലാം ഭാഗ്യം പിന്തുണയ്ക്കുന്ന ഒരു സമയമാണ്. തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സമയം കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സമയത്ത് പൂർത്തീകരിക്കുവാനും വളരെയധികം വിജയത്തിൽ എത്തുവാനും 2025
ഓഗസ്റ്റ് 16 വരെ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.